പാലക്കാട്ടെ 9 വയസ്സുകാരിക്ക് കൈമുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ ചികിത്സാ പിഴവുണ്ടായിട്ടില്ലെന്ന് ആവർത്തിച്ച ആശുപത്രി അധികൃതർ. രക്തക്കുഴലിന്റെ ഉള്ളിലെ പാളിയിൽ മുറിവുണ്ടായാൽ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. കൈ അനക്കണമെന്നും നിറവ്യത്യാസവും വേദനയും ഉണ്ടെങ്കിൽ എത്തണമെന്നും നിർദ്ദേശിച്ചിരുന്നുവെന്നും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജയശ്രീ പറഞ്ഞു. എന്നാൽ നീര് കൂടിയ ഉടൻ കുട്ടി എത്തിയിട്ടില്ലെന്നും സംഭവിച്ചത് അപൂർവ പ്രതിസന്ധിയാണെന്നും ജില്ലാ ആശുപത്രി ഓർത്തോ ഹെഡ് ഡോക്ടർ ടോണി ജോസ് പറഞ്ഞു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു 4 ദിവസം ഈ കുട്ടി വീട്ടിലായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ആശുപത്രിയിൽ നിന്ന് പ്രത്യേക നിർദ്ദേശം പ്ലാസ്റ്റർ ഇടുന്ന എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അവർക്ക് കയ്യിന് ആ പ്ലാസ്റ്റർ ഇട്ട ഭാഗത്തിന് നീര്, വേദന അല്ലെങ്കിൽ എന്തെങ്കിലും തരിപ്പ്, കളർ വ്യത്യാസം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വരണം എന്നുള്ള പ്രത്യേക നിർദ്ദേശം ആശുപത്രിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുക്കുന്നതുമാണ്. 4 ദിവസം കുട്ടി വീട്ടിലാണ് ഇരുന്നിട്ടുള്ളത്. പിന്നെ ഒരു 30-ാം തീയതിയാണ് വളരെ സിക്കായിട്ട് ഭയങ്കര വേദനയുമായിട്ട് OP-യിലാണ് വരുന്നത്. അപ്പം ഇത്രയും കാലത്തിൻ്റെ ഉള്ളിൽ ഇത്തരം ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പോൾ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന, ഇപ്പോൾ നമ്മൾ എല്ലാ ഡോക്ടേഴ്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് തന്നെ വളരെ അപൂർവമായിട്ട് സംഭവിക്കാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ഈ കുട്ടിക്ക് സംഭവിച്ചുള്ളത്. അത് പ്ലാസ്റ്റർ ഇട്ടതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ല എന്ന് നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പ്ലാസ്റ്റർ ആ കുട്ടിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.